നമ്മളെല്ലാവരും പഠിക്കാൻ വേണ്ടി ടൈം ടേബിൾ തയ്യാറാക്കുന്ന ആൾക്കാരാണ് അല്ലേ? പക്ഷേ ഈ പഠിക്കാൻ പിന്നെ ചില ആൾക്കാരുണ്ട് കേട്ടോ ടൈം ടേബിൾ തയ്യാറാക്കാറില്ല. ഞാൻ ചോദിച്ചപ്പോൾ ഒരു കാരണം പറഞ്ഞത്, എന്തിനാ വെറുതെ ടൈം ടേബിൾ കൂടി തയ്യാറാക്കാൻ സമയം കളയുന്നത്? ഞങ്ങൾക്ക് ടൈം ടേബിൾ തയ്യാറാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതിൻ്റെ സമയം കൂടി പോയി എന്നുള്ളൂ, അതെന്തായാലും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ഇനി ടൈം ടേബിൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെയും പരാതി എന്താ? അത് കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. സോ വെൽക്കം ടു അനദർ വീഡിയോ, ദ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് സയൻസ് ഓഫ് ലേണിംഗ്. നമ്മൾ ഇന്ന് പഠിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ടൈം ടേബിളുകളെ കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് വാട്ട് ഈസ് റോങ് വിത്ത് യുവർ ടൈം ടേബിൾസ്. ഫസ്റ്റ് തിങ്, എന്താണ് നമ്മുടെ ടൈം ടേബിൾസിന്റെ പ്രശ്നം. ഓക്കെ, രണ്ടാമത്തെ പ്രശ്നം, ഇതുവരെ നിങ്ങൾ കാണാത്ത രീതിയിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള റിട്രോസ്പെക്റ്റീവ് ടൈം ടേബിൾ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. സോ ഡോണ്ട് മിസ് ദിസ് വീഡിയോ ടിൽ ദ എൻഡ്. നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിന് റിവിഷൻ എക്സാം വരാതിരിക്കുകയാണ്, നീറ്റ് എക്സാമോ അല്ലെങ്കിൽ നിങ്ങൾ ബോർഡ് എക്സാംസോ JEE എക്സാമോ എന്ത് എഴുതുകയാണെങ്കിലും നിങ്ങൾക്ക് എക്സാം വരാതിരിക്കുകയാണ്. ആ എക്സാംസിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാവുന്ന ഒരു വീഡിയോ ആണെന്നുള്ളത്. ഓക്കെ, സോ എന്തെല്ലാം നിങ്ങൾ ടൈം ടേബിൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ടൈം ടേബിളിൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ ടൈം ടേബിൾ എന്നുള്ളത് ഇറ്റ്സ് കോൾഡ് എ പ്രോസ്പെക്റ്റീവ് ടൈം ടേബിൾ. ഓക്കെ, നമ്മുടെ ടൈം ടേബിൾ ഒരു പ്രോസ്പെക്റ്റീവ് ടൈം ടേബിൾ ആണ്. എന്താ ഈ പ്രോസ്പെക്റ്റീവ് ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ? പ്രോസ്പെക്റ്റീവ് ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ തയ്യാറാക്കുന്ന ടൈം ടേബിൾസ് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യം ടൈം ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു അല്ലെ, February 1, 2, 3, 4, 5, 6. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിൽ നമ്മൾ ഓരോ ദിവസവും ഒരു മേ ബി 3 or 4 ടോപ്പിക്സ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. ആ ടോപ്പിക്സ് നമ്മൾ പഠിക്കാൻ പോകുന്നു. എന്തെല്ലാം ടോപ്പിക്സ്? ഫോർ എക്സാമ്പിൾ February 1 നമ്മൾ മാത്തമാറ്റിക്സിൽ നമ്മൾ എന്ത് പഠിക്കുന്നു? നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻസ് പഠിക്കുന്നു അല്ലേ? പിന്നെ നമ്മൾ മേ ബി റീപ്രൊഡക്ഷൻ പഠിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ മേ ബി ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഫിസിക്സിൽ ഫോഴ്സ് പഠിക്കുന്നു. February 2 വി സ്റ്റഡി ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അതേപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ പഠിക്കുന്നു. അതേപോലെ തന്നെ മേ ബി നമ്മൾ ഫോട്ടോസിന്തസിസ് എന്നുള്ളൊരു ചാപ്റ്റർ നമ്മൾ ബയോളജിയിൽ പഠിക്കുന്നു. തേർഡ് ഡേ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് പഠിക്കുന്നു. അതേപോലെ തന്നെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് പഠിക്കുന്നു. എങ്ങനെ നമ്മൾ ഓരോ ഡേറ്റ്സും നമ്മൾ ഫില്ല് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ വളരെ ആവേശപൂർവ്വം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. മേ ബി ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ റീപ്രൊഡക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ ഫോഴ്സ് മേ ബി നമുക്ക് മിസ് ഔട്ടായി പോകും. കാരണം നമുക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. കാരണം നമ്മൾ ഈ ടൈം ടേബിൾ, ഒരു പ്രോസ്പെക്റ്റീവ് ടൈം ടേബിൾ, നമ്മൾ ടൈമിനനുസരിച്ച് ഓരോ ചാപ്റ്ററിനും എത്ര ടൈം എടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണയില്ല അല്ലേ? അതില്ലാതെയാണ് നമ്മൾ ഈ ടൈം ടേബിൾ തയ്യാറാക്കുന്നത്. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് നെക്സ്റ്റ് ഡേയിലോട്ട് ഈ ഫോഴ്സ് മിസ്സായി പോകുന്ന നമ്മുടെ ലാഗും മറ്റു കാര്യങ്ങൾ വരാൻ കാരണവും. ഇനി അത് കൂടാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാമോ നമുക്ക് വേറെ എന്തെങ്കിലും നെസസിറ്റിയോ വേറെ എന്തെങ്കിലും വർക്കോ വന്നു കഴിഞ്ഞാൽ ഈ ടൈം ടേബിൾ മൊത്തം താളം തെറ്റും. അപ്പോൾ അതോടുകൂടി നമുക്ക് ടെൻഷൻ കൂടും അല്ലേ? ടൈം ടേബിളിനനുസരിച്ച് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഫ്രസ്ട്രേഷൻ കൂടും. ബാക്കിയുള്ള സമയം നമ്മളത് പഠിക്കുന്നതിനെ അത് ബാധിക്കും. ഇതാണ് ജനറലി സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി ഒരു പ്രോസ്പെക്റ്റീവ് ടൈം ടേബിളിൻ്റെ പ്രശ്നം. നമ്മുടെ പഠനത്തിൻ്റെ സമയം നമുക്ക് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം നമ്മളെപ്പോഴും ഇതിൻ്റെ ടൈമിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ബാക്കിയുള്ള സമയം ഫുള്ള് പഠിക്കാം എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. പക്ഷേ ജനറലി അത് സാധിക്കുന്നില്ല. പക്ഷെ നമ്മൾ നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചേ, ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താവശ്യം? നമ്മൾ ആ മുഴുവൻ സമയം പഠിക്കുക എന്നുള്ളതാണോ? അല്ല, നമുക്ക് എന്താണോ പഠിക്കാനുള്ളത് അത് പഠിക്കാനൊരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് പഠിച്ചു കഴിയുക എന്നുള്ളതാണ്. അവിടെ സമയം കൂടുതലെടുത്തോ കുറവെടുത്തോ എന്നുള്ളത് വിഷയമല്ല. നമുക്ക് ഉള്ള സമയത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈ ടൈം ടേബിളിനെ മറികടക്കാം എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് എ റിട്രോസ്പെക്റ്റീവ് ടൈം ടേബിൾ. ഓക്കെ, ഒരു റിട്രോസ്പെക്റ്റീവ് ടൈം ടേബിൾ എന്നാണ് നമ്മൾ അതിനെ വിളിക്കാൻ പോകുന്നത്. റിട്രോസ്പെക്റ്റീവ് ടൈം ടേബിൾ. ഇപ്പോൾ റിട്രോസ്പെക്റ്റീവ് ടൈം ടേബിളിൽ റാദർ ദാൻ as a function of time, we are actually creating our timetable as a function of topics that we have to study. നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മളതിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുക നമുക്ക് നോക്കാം. അപ്പോൾ സപ്പോസ് ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നമുക്കൊരു എക്സാം ഉണ്ട്. മേ ബി ഒരു 6 or 7 ചാപ്റ്റേഴ്സാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ലെറ്റ്സ് സേ നമുക്ക് ഫോഴ്സ് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഫോട്ടോസിന്തസിസ് നമുക്ക് പഠിക്കാനുണ്ട്. കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ റിയാക്ഷൻ മെക്കാനിസം നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ ഫുള്ള് പേര് എഴുതുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് മോഷൻ ഇൻ 1D നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് എന്ന് നമ്മൾ വിചാരിക്കുക. ഈ ചാപ്റ്റേഴ്സിനെ
ഞാൻ ഇനി ആദ്യം ലിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടും. ഓക്കെ, കാരണം നമ്മൾ എപ്പോഴും നമ്മളെ എക്സാമിന് പഠിക്കാനിരിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് വർക്ക് സ്കൂപ്പിംഗ് ആണ്. നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്. നിങ്ങൾ ആക്ച്വലി ഒരു നീറ്റ് പോലത്തെ ഒരു എക്സാമിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ടോപ്പിക്സും ലിസ്റ്റ് ഡൗൺ ചെയ്യുക, എല്ലാ ചാപ്റ്റേഴ്സും ലിസ്റ്റ് ഡൗൺ ചെയ്യുക. മേ ബി നിങ്ങൾക്ക് ഒരു എക്സൽ ഷീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പറിൽ ചെയ്യാം. ഓരോ ബയോളജിക്ക് ഒരു ചാപ്റ്റർ ഒരു ഷീറ്റ് ഉണ്ടാക്കാം, ഫിസിക്സിന് ഒരു ഷീറ്റ് ഉണ്ടാക്കാം, കെമിസ്ട്രിക്ക് ഒരു ഷീറ്റ്. നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് എന്ത് പഠിക്കാനുണ്ട് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ലിസ്റ്റിംഗ് വേണം. അത് ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ യു വിൽ ഗെറ്റ് എ ബെറ്റർ ഐഡിയ ഹൗ ടു ഗോ അബൌട്ട് ദാറ്റ്. ഓക്കെ, ഇത് നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല, ഈ സ്കോപ്പിംഗ് എന്നുള്ള വർക്ക്. ഈ സ്കോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് എന്താ ചെയ്യാനുള്ളത്? ഇനി നമ്മുടെ മുമ്പിൽ ലെറ്റ്സ് സേ 7 ദിവസം ഉണ്ട്. ആ 7 ദിവസം നമ്മൾ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ദിവസം നമ്മൾ ആക്ച്വലി എന്തെടുത്തു? നമ്മൾ ഫെബ്രുവരി 1 ഓക്കെ, ഫെബ്രുവരി 1 ഞാൻ ഫോഴ്സ് പഠിച്ചു. ഓക്കെ, ഫെബ്രുവരി 1 ഞാൻ ഫോഴ്സ് പഠിച്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി ഫെബ്രുവരി 1 ഫോഴ്സ് പഠിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നു. സോ ഫെബ്രുവരി 1 ഞാൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൂടി പഠിച്ചു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പഠിച്ചതിനെ നമ്മൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടോ? ഇപ്പം എനിക്ക് പഠിച്ചതിൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഞാൻ അതിനെ റെഡിൽ മാർക്ക് ചെയ്യും. പഠിച്ചതിലൊരു മീഡിയം ലെവൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ അതിനെ യെല്ലോയിൽ മാർക്ക് ചെയ്യും. പഠിച്ചതിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ അതിനെ ഗ്രീനിൽ മാർക്ക് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് മൈ കളർ കോഡ്. ഈ 3 കളർ കോഡ്. അപ്പോൾ നിങ്ങൾ 3 മാർക്കേഴ്സ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു എക്സൽ ഷീറ്റിൽ നിങ്ങൾക്ക് എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അതിന് ആ സെൽസ് നിങ്ങൾക്ക് പല കളറിൽ ഫില്ല് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കുക. ഫോഴ്സ് ഞാൻ പഠിച്ചു. എനിക്ക് ഫോഴ്സ് പഠിച്ചപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് കിട്ടി. സോ ഐ എം മാർക്കിംഗ് ഇറ്റ് ഇൻ ഗ്രീൻ. ലെറ്റ്സ് ഞാൻ അതിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് ഞാൻ കോൺഫിഡൻ്റ് ആണത്. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഞാൻ ചെയ്തു, ബട്ട് ഐ തോട്ട് ഐ ഷുഡ് റീവിസിറ്റ് ദാറ്റ്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മാർക്ക് ചെയ്തു. അപ്പോൾ എനിക്കിത് മൂന്നാമതൊരു ടോപ്പിക്ക് പഠിക്കാൻ സമയമില്ല, എൻ്റെ സമയം കഴിഞ്ഞു. സോ ഐ ലെഫ്റ്റ് ദാറ്റ്. സോ ഞാൻ ഇനി നെക്സ്റ്റ് ദിവസത്തിലോട്ട് വരികയാണ്. നെക്സ്റ്റ് ദിവസം ഞാൻ ഫോട്ടോസിന്തസിസ്, ഫെബ്രുവരി 2 ഞാൻ ഫോട്ടോസിന്തസിസ് പഠിച്ചു. അതേപോലെ പക്ഷേ ഞാൻ ഫോട്ടോസിന്തസിസ് പഠിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എനിക്കതിൽ തീരെ കോൺഫിഡൻസ് കിട്ടിയില്ല എന്ന് മാത്രമല്ല, എനിക്കത് ഫുള്ള് അത് കുറേ കാണാപ്പാടം പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് കുറേ സമയം അതിൽ സ്പെൻഡ് ചെയ്യേണ്ടിരുന്നു. സോ ഐ മാർക്ക് ഡീറ്റ് ആസ് റെഡ്. ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്തല്ല, ഞാൻ അതിൽ തീരെ കോൺഫിഡൻ്റ് അല്ല. മൂന്നാമത്തെ ദിവസം ഞാൻ കോംപ്ലക്സ് നമ്പേഴ്സ് പഠിച്ചു. തേർഡ് ഡേ ഐ സ്റ്റഡിഡ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഞാൻ എസ് ബ്ലോക്ക് എലമെൻസും ഞാൻ പഠിച്ചു. എനിക്ക് തോന്നിയത് രണ്ടും എന്താണ്? ഒരു യെല്ലോയിലാണ് ഞാനുള്ളത് എന്ന് എനിക്ക് തോന്നി. നാലാമത്തെ ദിവസം ഞാൻ റിയാക്ഷൻ മെക്കാനിസം ഞാൻ പഠിച്ചു. അതോടൊപ്പം തന്നെ മോഷൻ ഇൻ 1 ഡയമെൻഷനും പഠിച്ചു. റിയാക്ഷൻ മെക്കാനിസം എന്നുള്ളത് എനിക്ക് അത്രത്തോളം അത് എന്ത് ചെയ്തില്ല, എനിക്ക് അത്രത്തോളം ഇംബൈബ് ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ അത്രത്തോളം കോൺഫിഡൻ്റ് അല്ല. പക്ഷേ മോഷൻ ഇൻ 1 ഡയമെൻഷൻ ഞാനൊരു മീഡിയം ലെവലിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു, പക്ഷെ ഞാൻ ഇപ്പോഴും ഫുള്ളി എക്സാമിന് റെഡിയായി എന്ന് പറയാൻ ഞാൻ ആയിട്ടില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മൾ 4 ദിവസത്തെ പഠനം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എവിടെയാ? ഇപ്പം നമുക്കറിയാം, നമ്മൾ മറ്റൊരു ടൈം ടേബിളിൻ്റെ പോലെയല്ല. ഇപ്പം നമുക്കറിയാം വേർ വി ആർ. നമ്മുടെ പഠനം എത്രത്തോളം ബെറ്ററായി പോയിട്ടുണ്ട്, നമ്മൾ ഓരോന്നും എത്രത്തോളം പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ, ഇപ്പം എനിക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ഉള്ള സബ്ജക്റ്റ് എന്താണ്? ഫോഴ്സ് ആണ്, അല്ലേ? പക്ഷേ എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലാത്തതോ ഫോട്ടോസിന്തസിസും അതേപോലെ റിയാക്ഷൻ മെക്കാനിസമാണ്. പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷനും കോംപ്ലക്സ് നമ്പറും എസ് ബ്ലോക്കും മോഷൻ 1 ഡയമെൻഷനും ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരുപാട് മിസ്റ്റേക്സിനെ നമ്മളിപ്പോൾ ഓവർകം ചെയ്തു. പലപ്പോഴും നമുക്ക് ഈസിയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കും, ഡിഫിക്കൽട്ടായത് പഠിക്കില്ല. ഇനി പഠിച്ചാൽ തന്നെ എത്രത്തോളം പഠിച്ചു എന്നതിനെ കുറിച്ച് നമ്മളെ സ്വയം വിലയിരുത്താറില്ല. നമ്മൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ച് നടക്കാറാണ് പതിവ്. ഇപ്പം നമ്മളെടുത്ത് വളരെ റിട്ടേൺ, വളരെ കോൺക്രീറ്റ് ആയിട്ട് നമ്മുടെ തന്നെ ഒരു അനാലിസിസ് ഉണ്ട്. വേർ ഡു വി സ്റ്റാൻഡ്? ഇനി നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഫെബ്രുവരി 5 ഞാൻ പഠിക്കാനിരിക്കുന്നു. ഞാൻ എന്തായിരിക്കും പഠിക്കുക? ഫെബ്രുവരി 5 ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ ഫോട്ടോസിന്തസിസ് ഞാൻ ഒന്നുകൂടി പഠിക്കും, അല്ലേ? ഫെബ്രുവരി 5 ഞാൻ എന്തായി? ഞാൻ അതിലൊരു ഹാഫ് കോൺഫിഡൻ്റ് ആയി, അല്ലേ? ഇനി ഞാൻ നോക്കുമ്പോൾ റിയാക്ഷൻ മെക്കാനിസം ഉണ്ട്. ഫെബ്രുവരി 5 ഞാൻ റിയാക്ഷൻ മെക്കാനിസം പഠിക്കും. ഇപ്പോൾ ഫെബ്രുവരി 4 റിയാക്ഷൻ മെക്കാനിസം പഠിച്ചുകൊണ്ട് തന്നെ ഫെബ്രുവരി 5 ഞാൻ റിയാക്ഷൻ മെക്കാനിസം പഠിച്ചപ്പോൾ ലെറ്റ്സ് ഐ ബിക്കേം വെരി കോൺഫിഡൻറ്റ് ഇൻ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഞാനത് ഗ്രീനിലോട്ട് ഞാൻ മാറ്റി. ഇനി ഞാൻ നോക്കുമ്പോൾ എനിക്ക് പഠിക്കാനുള്ളത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല, കോംപ്ലക്സ് നമ്പേഴ്സ് ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല, എസ് ബ്ലോക്കും അതേപോലെ മോഷൻ ഇൻ 1 ഡയമെൻഷനും അല്ല. അപ്പോൾ ഞാൻ അടുത്ത ദിവസം ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഫെബ്രുവരി 6 ഞാൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് പഠിച്ചു. അതേപോലെ തന്നെ ഫെബ്രുവരി 6 ഞാൻ കോംപ്ലക്സ് നമ്പേഴ്സ് പഠിച്ചു. ഫെബ്രുവരി 6 ഞാൻ മോഷൻ ഇൻ 1 ഡയമെൻഷനും പഠിച്ചു. ഓക്കെ, ഇതിലെല്ലാം ഞാൻ എന്തായി? ഞാൻ കൂടുതൽ കോൺഫിഡൻ്റ് ആയി മാറി. ഓക്കെ, കൂടുതൽ കോൺഫിഡൻ്റ് ആയി മാറി. ഫെബ്രുവരി 7 ഞാൻ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഞാൻ പഠിച്ചു. പക്ഷേ എനിക്ക് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് പഠിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഞാൻ പലതും മറന്നു പോയിട്ടുണ്ട്. സോ ഞാനത് വീണ്ടും റെഡിലോട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, ഇങ്ങനെ നമ്മളിപ്പോൾ കളർ കോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഞാൻ ഏതെല്ലാം ചാപ്റ്റേഴ്സിന് ഇപ്പോൾ എക്സാം റെഡിയാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി ഒരു റിട്രോസ്പെക്റ്റീവ് ടൈം ടേബിളിൻ്റെ
ഏറ്റവും വലിയ മെറിറ്റ് എന്നുള്ളത്. നമുക്കുള്ള വിഷയങ്ങളൊക്കെ സ്കോപ്പ് ചെയ്ത് നമ്മൾ ഇടുന്നു എന്ന് മാത്രമല്ല, നമ്മൾ ഏത് വിഷയങ്ങളിലാണ് ബെറ്റർ എന്ന് കറക്റ്റായിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. നമ്മൾ ഏത് വിഷയങ്ങളാണ് വേഴ്സ്റ്റ്, ഏതാണ് ഞാൻ കൂടുതൽ റിവൈസ് ചെയ്യേണ്ടതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്ക് കിട്ടും.